പ്രത്യേകിച്ച് ചെന്നൈ നഗരത്തിനും പ്രിയപ്പെട്ടവനാണ് മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ താരവുമായ MS ധോണി. IPL-ൽ ദീർഘകാലമായി ചെന്നൈക്ക് വേണ്ടി കളിക്കുന്ന ധോണി കളിക്കളത്തിൽ ശാന്തത കൈവിടാത്ത ചുരുക്കം നായകന്മാരിൽ ഒരാളാണ്. എന്നാൽ ധോണിക്ക് ദേഷ്യം നിയന്ത്രിക്കാനാവാത്ത സാഹചര്യങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊന്നിനെപ്പറ്റി പറയുകയാണ് മുൻ ചെന്നൈ സൂപ്പർ കിങ്സ് താരമായിരുന്ന മോഹിത് ശർമ്മ. കളിക്കളത്തിൽ ധോണി പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ടെന്നും എന്നാൽ കളിക്കളത്തിന് പുറത്തേക്ക് അത് കൊണ്ടുപോകാറില്ലെന്നും മോഹിത് ശർമ്മ പറയുന്നു. ഒരു ഫാസ്റ്റ് ബോളറാവുമ്പോൾ കളിയുടെ നിയന്ത്രണം കയ്യിലുണ്ടാകേണ്ടത് പ്രധാനമാണ്. 2019 ഒരു സംഭവമുണ്ടായി. അന്ന് ദീപക് ചാഹർ കളിക്കുന്നുണ്ട്. ഞാൻ ആ കളിയിൽ ഉണ്ടായിരുന്നില്ല. മത്സരത്തിൽ ദീപക് ഒരു നക്കിൾ ബോൾ എറിഞ്ഞു. ആ പന്ത് 6ഓ 4ഓ എന്തോ പോയി. ധോണി ഭായ് ദീപക്കിനടുത്തേക്ക് എത്തി. ഇനി നക്കിൾ ബോൾ എറിയരുതെന്ന് പറഞ്ഞു. എന്നാൽ ആ ഓവറിൽ തന്നെ വീണ്ടും ഒരു നക്കിൾ ബോൾ ദീപക് എറിഞ്ഞു. ധോണി നേരെ ദീപക്കിന്റെ അടുത്തേക്ക് പോയി ചുമലിൽ കൈകളിട്ടു. എന്തെല്ലാമോ പറഞ്ഞു. തിരിച്ചു പോവുകയും ചെയ്തു. തീർച്ചയായും ധോണി എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങൾ കേട്ടില്ല. എന്നാൽ മത്സരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ദീപക്കിനോട് തന്നെ ചോദിച്ചു. ധോണി ചില മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞെന്ന് ദീപക് പറഞ്ഞു. നല്ല രീതിയിൽ ചീത്ത പറഞ്ഞതാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവസാനം ധോണി പറഞ്ഞത്രേ, മണ്ടൻ നീയല്ല ഞാനാണ്. ആ കഥ ഞങ്ങൾക്ക് മറക്കാനാകില്ല. ടു സ്ലോഗേഴ്സ് പോഡ്കാസ്റ്റിൽ സംസാരിക്കവേ മോഹിത് ശർമ്മ പറഞ്ഞു.